ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ TCP/IP മോഡലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളിലുള്ള ഒരു ടോപ്പിക്കാണ്. ഓൾറെഡി OSI മോഡലിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ OSI മോഡൽ 7 ലെയർ മോഡലാണ്. ആൻഡ് TCP/IP മോഡൽ എന്ന് പറയുന്നത് 4 ലെയർഡ് മോഡലാണ്. ആൻഡ് പ്രോട്ടോകോൾ ലെയറിങ്ങിൽ വരുന്ന ടൈപ്സ് ആണ് ഇതൊക്കെ, OSI മോഡലും TCP/IP മോഡലും. OSI മോഡലിൽ 7 ലെയേഴ്സ് ഉണ്ട്. ആൻഡ് അതിൽ ആ 7 ലെയേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ. ഇത് മൂന്നിനെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അപ്ലിക്കേഷൻ ലെയേഴ്സ് എന്ന് പറയാം. ആൻഡ് അടുത്ത് വരുന്ന 4 എണ്ണം, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ആൻഡ് ഫിസിക്കൽ. ഈ 4 ലെയറിനെയും നമുക്ക് ഡേറ്റ ഫ്ലോ ലെയേഴ്സ് എന്നും പറയാം. ആൻഡ് ഇതിനും OSIക്കും TCP മോഡലിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, OSI മോഡൽ 7 ലെയർഡ് മോഡലാണ്. ആൻഡ് TCP/IP 4 മോഡലാണ്. TCP/IP നമുക്ക് 4 മോഡൽ എന്നും പറയാം, 4 ലെയർ എന്ന് പറയാം, 5 ലെയർ എന്നും പറയാം. ഡേറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും സെപ്പറേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ 5 ലെയർ മോഡലിനാണ് പറയുന്നത്. അത് രണ്ടും കമ്പൈനായിട്ട് ഒറ്റ ലെയർ ആക്കിയാൽ അതിനെ നമ്മൾ 4 ലെയർഡ് മോഡൽ എന്ന് പറയും. രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ OSI മോഡലിൽ 7 ലെയേഴ്സാണ് പഠിച്ചത്. അതിലുള്ള അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ഇത് മൂന്നിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് TCP/IP മോഡലിൻ്റെ ആപ്ലിക്കേഷൻ ലെയർ. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട് OSI മോഡലിൽ. ആൻഡ് സെയിം ആ ഒരു ട്രാൻസ്പോർട്ട് ലെയർ TCP/IP മോഡലിലും ട്രാൻസ്പോർട്ട് ലെയർ തന്നെയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് OSI മോഡലിലുള്ള നെറ്റ്വർക്ക് മോഡൽ. ആ നെറ്റ്വർക്ക് മോഡൽ TCP/IPയിലും നെറ്റ്വർക്ക് മോഡൽ തന്നെയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് OSI മോഡലിൽ വരുന്നത് ഡേറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും. അത് രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ലെയർ എന്നും പറയും. അപ്പോൾ TCP/IP മോഡലിൽ ഈ 4 ലെയേഴ്സാണുള്ളത്: ആപ്ലിക്കേഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക് ആൻഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഒറ്റ ലെയർ ആണെങ്കിൽ അത് 4 ലെയർ മോഡൽ. അതിനെ ഡേറ്റ ലിങ്ക്, ഫിസിക്കൽ ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് 5 ലെയർ മോഡലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. ഫസ്റ്റ് വൺ അപ്ലിക്കേഷൻ ലെയർ, അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസിങ് ദ ഇൻ്റർനെറ്റ്. സെക്കൻഡ് ഉള്ളത് ട്രാൻസ്പോർട്ട് ലെയർ, അതിലാണ് TCP UDP ഒക്കെ യൂസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് എൻഡ് ടു എൻഡ് മെസ്സേജ് ട്രാൻസ്മിഷൻ, എറർ ഡിറ്റക്ഷൻ ആൻഡ് എറർ കറക്ഷൻ. തേർഡ് വൺ നെറ്റ്വർക്ക് ലെയർ, ഇറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ഡേറ്റാഗ്രാം, റൂട്ടിംഗ് ആൻഡ് കൺജഷൻ കൺട്രോളൊക്കെ നടക്കുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഡേറ്റ ലിങ്ക് ലെയർ, മാനേജ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് റിലയബിൾ ഡേറ്റ ഡെലിവറി, ആക്സസ് ടു ഫിസിക്കൽ നെറ്റ്വർക്ക്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഫിസിക്കൽ ലെയർ, ഇതിൽ ഫിസിക്കൽ മീഡിയാസാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ലെയറിലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ് ഇതിനെ പറ്റി നോക്കാം. ഇതിലുള്ള ഫസ്റ്റ് ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ 2 ആപ്ലിക്കേഷൻ ലെയേഴ്സ് ആണ്. 2 ആപ്ലിക്കേഷൻ ലെയേഴ്സ് തമ്മിലുള്ള ലോജിക്കൽ കണക്ഷനാണ് ഈ ഒരു ലെയർ. ആൻഡ് ഇതാണ് യൂസറിൻ്റെ അടുത്തുള്ള ഒരു ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ആൻഡ് ഈ ആപ്ലിക്കേഷൻ ലെയർ എക്സ്ചേഞ്ചസ് മെസ്സേജസ് ബിറ്റ്വീൻ ഈച്ച് അതർ. ആൻഡ് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെയർ വേറൊരു ആപ്ലിക്കേഷൻ ലെയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് തിരിച്ച് മേടിക്കും. അങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ലെയേഴ്സ് പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് നമ്മൾ വേൾഡ് വൈഡ് വെബ് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഓരോ ലെയറിലും എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് OSI മോഡലിൻ്റെ വീഡിയോയിലുണ്ട്. OSI മോഡലിലുള്ള സെയിം ലെയേഴ്സ് എക്സെട്ര ആണ് ഇതിലുള്ളത്. അതിലുള്ള ഫസ്റ്റ് 3 ലെയേഴ്സ് കമ്പൈൻ ചെയ്തതാണ് ഇതിലുള്ള ഫസ്റ്റ് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. അങ്ങനെയാണ് ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. സെക്കൻഡ് വൺ SMTP, ദ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് നമ്മൾ ഇമെയിൽ അയക്കാൻ, ഇമെയിൽ സെർവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ദ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP. ഇത് നമ്മൾ ഫയൽസൊക്കെ ഒരു ഹോസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് വേറെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് FTP യൂസ് ചെയ്യുന്നത്. ദെൻ ടെൽനെറ്റ് ഉണ്ട്. ടെൽനെറ്റ് മീനിങ് ദ ടെർമിനൽ നെറ്റ്വർക്ക്. പിന്നെ SSH ഉണ്ട്, സെക്യൂർ ഷെൽ. ഇത് രണ്ടും നമ്മൾ യൂസ്ഡ് ഫോർ ആക്സസിങ് എ സൈറ്റ് റിമോട്ട്ലി. ഒരു സൈറ്റ് ഒരു പ്രോസസ്സിനെ റിമോട്ട്ലി നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെൽനെറ്റും SSHും യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രോട്ടോക്കോളാണ് SNMP, ദ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. ആൻഡ് ഇത് യൂസ്ഡ് ബൈ ആൻ അഡ്മിനിസ്ട്രേറ്റർ ടു മാനേജ് ദ ഇൻ്റർനെറ്റ് അറ്റ് ഗ്ലോബൽ ആൻഡ് ലോക്കൽ ലെവൽസ്. ഗ്ലോബൽ ആൻഡ് ലോക്കൽ ലെവൽസിൽ നമ്മളുടെ ഇൻ്റർനെറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് SNMP. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ആൻ അഡ്മിനിസ്ട്രേറ്റർ. അടുത്തുള്ളതാണ് ദ ഡൊമൈൻ നെയിം സിസ്റ്റം, DNS.
ഇത് നമ്മൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഒരു കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ DNS യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ അതർ പ്രോട്ടോകോൾസ് ടു ഫൈൻഡ് ദ നെറ്റ്വർക്ക് ലെയർ അഡ്രസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഇനി അടുത്തുള്ളതാണ് ദ ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ IGMP. ഇറ്റ് ഈസ് യൂസ് ടു കളക്ട് മെമ്പർഷിപ്സ് ഇൻ എ ഗ്രൂപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത പാർട്ടിൽ ഇടാം. ബിക്കോസ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നെ ഉണ്ട്. ഇത് TCP/IP മോഡൽ പഠിക്കുമ്പോൾ ഇത്രമാത്രം പഠിച്ചാൽ മതി. വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ലെയർ അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ആൻഡ് അതിൻ്റെ പർപ്പസ് മാത്രം പഠിച്ചാൽ മതി. സെക്കൻഡ് ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. ഇപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുവാണെങ്കിൽ അത് ബിറ്റ്വീൻ 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആയിരിക്കും. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ട്രാൻസ്പോർട്ട് ലെയർ വേറൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ട്രാൻസ്പോർട്ട് ലെയർ ആയിട്ട് ലോജിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ലെയർ. ദ ലോജിക്കൽ കണക്ഷൻ അറ്റ് ദ ട്രാൻസ്പോർട്ട് ലെയർ ഇസ് ഓൾസോ എൻഡ് ടു എൻഡ്. ഇതും ഒരു എൻഡ് ടു എൻഡ് കണക്ഷനാണ്. ആൻഡ് ഈ ട്രാൻസ്പോർട്ട് ലെയർ ആക്ച്വലി ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് മെസ്സേജ് ഓർ സോഴ്സ് ഇൻഫർമേഷൻ എടുക്കും. എന്നിട്ട് അതിനെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സ് ഓർ യൂസർ ഡേറ്റാഗ്രാം, ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസിൽ ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. അപ്പോൾ പാക്കറ്റ്സ് ഓർ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനെ ലോജിക്കലി ഇമാജിനറി കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത എൻഡിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിലോട്ട് ഇതിനെ കൊടുക്കും. ഇതാണ് ട്രാൻസ്പോർട്ട് ലെയർ. ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് മെസ്സേജ് മേടിക്കും, എന്നിട്ട് അതിനെ എൻകാപ്സുലേറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ് ഓർ സെഗ്മെൻറ്റ്സ്. ദെൻ അത് അടുത്ത ട്രാൻസ്പോർട്ട് ലെയറിലോട്ട് അയക്കും. ആൻഡ് അവിടെ നിന്ന് നമുക്ക് അടുത്ത ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെയറിലോട്ട് പോകും. ഇത് ആക്ച്വലി ഒരു ഇമാജിനറി കണക്ഷനാണ്. ആക്ച്വലി ഇങ്ങനെയല്ല പോകുന്നത്. ആപ്ലിക്കേഷൻ ലെയർ ടു ട്രാൻസ്പോർട്ട് ലെയർ ടു നെറ്റ്വർക്ക് ലെയർ, അതിൽ നിന്ന് ഫിസിക്കൽ ലെയർ, ഇങ്ങനെയാണ് പോകുന്നത്. ഈ എല്ലാ ലെയറും പോയിട്ട് ഫിസിക്കൽ ലെയർ വരെ പോകും. എന്നിട്ട് ഫിസിക്കൽ ലെയറിൽ നിന്നാണ് അടുത്ത ഫിസിക്കൽ ലെയറിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഫ്രം എൻഡ് ടു എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇമാജിനറി കണക്ഷൻ. ഇതിൽ യൂസ് ചെയ്യുന്ന മെയിൻ പ്രോട്ടോകോൾസ് ആണ് TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളാണ്. ആൻഡ് ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ. ദാറ്റ് ഈസ് ഇത് ഫസ്റ്റ് ഒരു ലോജിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും ബിറ്റ്വീൻ ദ ട്രാൻസ്പോർട്ട് ലെയേഴ്സ് അറ്റ് 2 കോസ്റ്റ് ബിഫോർ ട്രാൻസ്ഫറിങ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ഒരു ലോജിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നത്. അതാണ് TCP. ഇനിയുള്ളത് UDP ഉണ്ട്. UDP എന്ന് പറയുന്നത് കണക്ഷൻ ലെസ് ആണ്. ഇറ്റ് ഈസ് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ദാറ്റ് ട്രാൻസ്മിറ്റ്സ് യൂസർ ഡേറ്റാഗ്രാംസ് വിത്തൗട്ട് ഫസ്റ്റ് ക്രിയേറ്റിംഗ് എ ലോജിക്കൽ കണക്ഷൻ. ഒരു ലോജിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഡേറ്റാസിനെ സെൻഡ് ചെയ്യും. അതാണ് UDP, യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ആൻഡ് TCPക്കും UDPക്കും ഉള്ള ഡിഫറൻസ് ഇതാണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. TCP ഈസ് കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് UDP ഈസ് കണക്ഷൻ ലെസ്. UDPയിൽ ഈ യൂസർ ഡേറ്റാഗ്രാം അല്ലെങ്കിൽ പാക്കറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ് ആയിരിക്കും, വിത്തൗട്ട് ബീങ് റിലേറ്റഡ് ടു ദ പ്രീവിയസ് ഓർ ദി നെക്സ്റ്റ് വൺ. ദെൻ UDP ഇസ് എ സിമ്പിൾ പ്രോട്ടോകോൾ ദാറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഫ്ലോ, എറർ ഓർ കൺജഷൻ കൺട്രോൾ. UDPയിൽ നമുക്ക് ഫ്ലോ കൺട്രോൾ ഇല്ല, എറർ കൺട്രോൾ ഇല്ല, കൺജഷൻ കൺട്രോൾ ഇതൊന്നുമില്ല. ബട്ട് TCPയിൽ ഇതെല്ലാം ഉണ്ട്. എറർ കൺട്രോൾ ഉണ്ട്, ഫ്ലോ കൺട്രോൾ ഉണ്ട്, ആൻഡ് കൺജഷൻ കൺട്രോൾ, ഇതെല്ലാം തന്നെ TCPയിലുണ്ട്. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോട്ടോക്കോളാണ് സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ SCTP. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു റെസ്പോണ്ട് ടു ന്യൂ ആപ്ലിക്കേഷൻസ് ദറ്റ് ആർ എമർജിങ് ഇൻ ദി മൾട്ടിമീഡിയയിൽ എമർജ് ചെയ്യുന്ന ന്യൂ ആപ്ലിക്കേഷൻസിനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SCTP ഈ ഒരു പ്രോട്ടോക്കോൾ കൊണ്ടുവന്നിരിക്കുന്നത്. TCP ആൻഡ് UDP ഇതൊക്കെ പഠിക്കാൻ അടുത്ത മോഡ്യൂളുണ്ട് സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ലെയറിൽ വാട്ട് ഈസ് ഇറ്റ് എന്ന് മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഉള്ളതാണ് നെറ്റ്വർക്ക് ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് കമ്പ്യൂട്ടർ ആൻഡ് ദി ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ. സോഴ്സ് കമ്പ്യൂട്ടർ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ 2 കമ്പ്യൂട്ടേഴ്സാണ് ഉള്ളത്. ഒരെണ്ണം സോഴ്സ് കമ്പ്യൂട്ടർ ആൻഡ് ഒരെണ്ണം ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ. സോഴ്സ് കമ്പ്യൂട്ടറിൽ നിന്നാണ് നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ മെസ്സേജ് അയക്കുന്നത് അതായിരിക്കും സോഴ്സ്, ആരാണോ റിസീവ് ചെയ്യുന്നത് അതായിരിക്കും ഡെസ്റ്റിനേഷൻ. അപ്പോൾ നെറ്റ്വർക്ക് ലെയർ ഇറ്റ് ആക്ച്വലി ക്രിയേറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ. ഈ 2 കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി. നെറ്റ്വർക്ക് ലെയറിൽ ദ കമ്മ്യൂണിക്കേഷൻ അറ്റ് ദ നെറ്റ്വർക്ക് ലെയർ ഇസ് host to host. Host to host means
കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു ലെയറിൽ നടക്കുന്നത്. ആൻഡ് ഈ രണ്ട് കമ്പ്യൂട്ടേഴ്സിന് നടുക്ക് കുറേ റൂട്ടേഴ്സൊക്കെ കാണും. അപ്പോൾ ഈ റൂട്ടേഴ്സാണ് ഏതാണ് ബെസ്റ്റ് പാത്ത്, ആ ഒരു നമ്മൾ ഡേറ്റാസിനെ പാക്കറ്റായിട്ടാണ് കൺവേർട്ട് ആക്കിയിരിക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറിൽ. അപ്പോൾ ഈ പാക്കറ്റ്സൊക്കെ സെൻഡ് ചെയ്യാനുള്ള ബെസ്റ്റ് റൂട്ട് ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ രണ്ട് കമ്പ്യൂട്ടേഴ്സിന് നടുക്കുള്ള ആ റൂട്ടേഴ്സാണ്. ആൻഡ് നെറ്റ്വർക്ക് ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റൂട്ടിംഗ് ദ പാക്കറ്റ് ത്രൂ പോസിബിൾ റൂട്ട്സ്. നെറ്റ്വർക്ക് ലെയർ ആണ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഈ പാക്കറ്റ്സിനെ റൂട്ട് ചെയ്ത് വിടുന്നതും ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ നെറ്റ്വർക്ക് ലെയറിലുള്ള മെയിൻ പ്രോട്ടോകോൾസ് ആണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഇസ് IP, അതിൻ്റെ ഷോർട്ട് ഫോമാണ് IP. ഇറ്റ് ഡിഫൈൻസ് ദ ഫോർമാറ്റ് ഓഫ് എ പാക്കറ്റ് കോൾഡ് ഡേറ്റാഗ്രാം അറ്റ് ദി നെറ്റ്വർക്ക് ലെയർ. IP ആക്ച്വലി ഈ ലെയറിലുള്ള പാക്കറ്റിൻ്റെ ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യും ആൻഡ് അതിൻ്റെ പേരാണ് ഡേറ്റാഗ്രാം. IP ഓൾസോ ഡിഫൈൻസ് എ ഫോർമാറ്റ് ആൻഡ് ദി സ്ട്രക്ചർ ഓഫ് അഡ്രസ്സസ് യൂസ്ഡ് ഇൻ ദിസ് ലെയർ. IP is also responsible for routing a packet from its source to its destination, which is achieved by each router forwarding the datagram to the next router in its path. IP എന്ന് പറയുന്നത് കണക്ഷൻ ലെസ് പ്രോട്ടോക്കോൾ ആണ്. അതുകൊണ്ട് തന്നെ കണക്ഷൻ ലെസ് ആണെങ്കിൽ തന്നെ നമുക്കതിൽ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, കൺജഷൻ കൺട്രോൾ ഇതൊന്നും കാണത്തില്ല. നമുക്ക് ഈ ഓരോ ലെയേഴ്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ളത് വേണമെങ്കിൽ അത് OSI മോഡലിൻ്റെ വീഡിയോയിൽ നോക്കാം. ഈ നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോക്കോൾസ് ആണ് ദ ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ ICMP. ഇറ്റ് ഹെൽപ്സ് IP ടു റിപ്പോർട്ട് സം പ്രോബ്ലംസ് വെൻ റൂട്ടിങ് എ പാക്കറ്റ്. ഒരു പാക്കറ്റ് റൂട്ട് ചെയ്ത് വിടുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ് വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICMP യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. ഇത് IP-യുടെ മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്, ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. ഇനിയുള്ളത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ DHCP. ഇത് നെറ്റ്വർക്ക് ലെയറിൻ്റെ അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തുള്ളത് ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഇറ്റ് ഹെൽപ്സ് IP to find the link layer address of a host or a router when its network layer address is given. നെറ്റ്വർക്ക് ലെയറിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അടുത്തുള്ളത് ലിങ്ക് ലെയറിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ലിങ്ക് ലെയറിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നെറ്റ്വർക്ക് ലെയറിലുള്ളത്. നെക്സ്റ്റ് ലെയറാണ് ഡേറ്റ ലിങ്ക് ലെയർ. ഈ ഡേറ്റ ലിങ്ക് ലെയറിൽ പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയർ, ഇതിന് മുന്നത്തെ ലെയർ ആണെങ്കിൽ നെറ്റ്വർക്ക് ലെയർ ആയിരുന്നു. നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ പാക്കറ്റ്സിനെ റൂട്ട് ചെയ്യും. ഫ്രം ദ സോഴ്സ് ഡെസ്റ്റിനേഷൻ മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ നടുക്ക്, സോഴ്സിനും ഡെസ്റ്റിനേഷനും നടുക്ക് കുറേ റൂട്ടേഴ്സ് കാണും. ഈ റൂട്ടേഴ്സാണ് ആ മെസ്സേജ് പോകാനുള്ള ബെസ്റ്റ് പാത്ത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫ്രം വൺ പ്ലേസ് ടു അടുത്ത പ്ലേസിന് പോകാനുള്ള അടുത്ത ലിങ്ക് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ ലിങ്ക് ലെയർ. ഈ ഡേറ്റ ലിങ്ക് ലെയർ ആണ് ഈ മെസ്സേജിനെ ഒരു ലിങ്കിൽ നിന്ന് അടുത്ത ലിങ്കിലോട്ട് ഒരു റൂട്ടിൽ നിന്ന് അടുത്ത പ്ലേസിലോട്ട്, അടുത്ത അഡ്രസ്സിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ആവുന്നത്, മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദ റൂട്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ചൂസിങ് ദ ബെസ്റ്റ് ലിങ്ക്സ്. ഹവർ വെൻ ദ നെക്സ്റ്റ് ലിങ്ക് ടു ട്രാവൽ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ റൂട്ടർ, ദ ഡേറ്റ ലിങ്ക് ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ടേക്കിംഗ് ദ ഡേറ്റാഗ്രാം ആൻഡ് മൂവിങ് ഇറ്റ് അക്രോസ് ദ ലിങ്ക്. ആൻഡ് ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാം ഡേറ്റ ലിങ്ക് ലെയറിൽ. ഇതിൽ സ്പെസിഫിക്കലി പറയത്തില്ല ഈ ഒരു പ്രോട്ടോകോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊപ്രിയേറ്ററി പ്രോട്ടോകോൾസ് എല്ലാം തന്നെ ഈ ഡേറ്റ ലിങ്ക് ലെയറിൽ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഈ ഡേറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ ആദ്യം വരുന്നത് നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഇതിന് കിട്ടുന്നത് പാക്കറ്റ്സ് ആണ്. ആ പാക്കറ്റ്സിനെ നമ്മൾ ഇതിൽ ഫ്രെയിംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിലുള്ള ഓരോ പ്രോട്ടോകോൾസും ഡിഫറെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് സം പ്രോട്ടോകോൾസ് മാത്രം എറർ കറക്ഷൻ്റെ ഇത് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഡേറ്റ ലിങ്ക് ലെയർ. അടുത്തതാണ് ഫിസിക്കൽ ലെയർ. സം കേസസിൽ ഈ ഡേറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും കമ്പൈൻഡ് ആയിരിക്കും. അപ്പോൾ അത് 4 ലെയർ. 5 ലെയർ ആണെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. The physical layer is responsible for carrying individual bits in a frame across the link. Physical layer OSI മോഡലിൽ ചെയ്തതുപോലെ തന്നെയാണ്. ഇത് ഇൻഡിവിജ്വൽ ബിറ്റ്സ് നമ്മൾ ഫ്രെയിംസിനെ എഗെയിൻ ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഈ ബിറ്റ്സിനെ ക്യാരി ചെയ്യുന്നതാണ് ഫിസിക്കൽ ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഈ ഫിസിക്കൽ ലെയർ ആണ് ലോവസ്റ്റ് ലെവൽ ഇൻ TCP/IP protocol suite. The communication between two devices at the physical layer is still a logical communication because there is another hidden layer, the transmission
ട്രാൻസ്മിഷൻ മീഡിയ ആൻഡ് ദ ഫിസിക്കൽ ലെയർ. ഈ ഫിസിക്കൽ ലെയറിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ലെയറാണ് ട്രാൻസ്മിഷൻ മീഡിയ. അപ്പോൾ ഫിസിക്കൽ ലെയറും തന്നെ ഒരു ലോജിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ആ ട്രാൻസ്മിഷൻ മീഡിയ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് ഡിവൈസും സോഴ്സും ഡെസ്റ്റിനേഷനും ഈ ട്രാൻസ്മിഷൻ മീഡിയ വെച്ചിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അത് വയേർഡ് ആവണമെന്നില്ല, വയേർഡും ആയിരിക്കും വയർലെസ്സും ആയിരിക്കും, കേബിളായിരിക്കും അല്ലെങ്കിൽ ത്രൂ എയർ നമ്മൾ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് വി നീഡ് ടു നോ ദാറ്റ് ദ ട്രാൻസ്മിഷൻ മീഡിയം ഡസ് നോട്ട് ക്യാരി ബിറ്റ്സ്, ഇറ്റ് ക്യാരീസ് ഇലക്ട്രിക്കൽ ഓർ ഒപ്റ്റിക്കൽ സിഗ്നൽസ്. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ലെയറിൽ മെസ്സേജസിനെ ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ബിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഈ ബിറ്റ്സിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഓർ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ദ ബിറ്റ്സ് റിസീവ്ഡ് ഇൻ എ ഫ്രെയിം ഫ്രം ദ ഡേറ്റ ലിങ്ക് ലെയർ ആർ ട്രാൻസ്ഫോംഡ് ആൻഡ് സെൻഡ് ത്രൂ ദി transmission media, but we can think that the logical unit between two physical layers in two devices is a bit. ഫിസിക്കൽ ലെയറിൽ ഡേറ്റാസ് ബിറ്റിൻ്റെ ഫോർമാറ്റിലായിരിക്കും, നമ്മളതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഓപ്റ്റിക്കൽ സിഗ്നൽസിൻ്റെ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് TCP/IP മോഡൽ. ആൻഡ് OSI മോഡലിൽ ഈ ലെയേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം. താങ്ക് യു.